വചനമൊഴി ഏപ്രിൽ 24. വചനഭാഗം കൊളോസോസ് 2:12-15, മത്തായിയുടെ സുവിശേഷം 10:1-15. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ തന്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം കൊടുത്തു. ആ 12 സ്ലീഹന്മാരുടെ പേരുകൾ: ഒന്നാമൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ, അവന്റെ സഹോദരൻ അന്ത്രയോസ്, സെബദിയുടെ പുത്രനായ യാക്കോബ്, അവന്റെ സഹോദരൻ യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമിയോ, തോമാ ചുങ്കക്കാരൻ മത്തായി, ഹൽപ്പയുടെ പുത്രൻ യാക്കോബ്, തദേവൂസ്, കാനാൻകാരൻ ശിമയോൻ, ഈശോയെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയോത്ത. ഈ 12 പേരെയും ഈശോ ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു: നിങ്ങൾ വിജാതിരുടെ അടുത്തേക്ക് പോകരുത്, സമരിയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും അരുത്. പ്രത്യുത ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ. പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രഘോഷിക്കുവിൻ. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുകളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുവിൻ. നിങ്ങളുടെ അരപ്പട്ടയിൽ പൊന്നോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത്. യാത്രയ്ക്ക് സഞ്ചിയോ 2 ഉടുപ്പുകളോ ചെരുപ്പോ വടിയോ എടുക്കരുത്. കാരണം വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ്. നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ അർഹതയുള്ളവൻ ആരെന്ന് അന്വേഷിക്കുകയും അവിടം വിടുന്നതുവരെ അവനോടുകൂടെ താമസിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം. ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ. അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ. ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയോ നിങ്ങളുടെ വചനം ശ്രവിക്കാതെയോ ഇരുന്നാൽ ആ ഭവനം അഥവാ ആ പട്ടണം വിട്ടുപോരുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിലെ പൊടി തട്ടിക്കളയുവിൻ. വിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സോദോം ഗൊമോറ ദേശങ്ങൾക്ക് കൂടുതൽ ആശ്വാസം ഉണ്ടാകുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിച്ചത് ഈശോ തൻ്റെ ശിഷ്യന്മാരെ സുവിശേഷ വേലയ്ക്ക് അയക്കുന്ന കാര്യമാണ്. സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് അയക്കപ്പെടുന്ന ശിഷ്യന്മാരോട് ഈശോ നൽകുന്ന നിർദ്ദേശങ്ങളിൽ ആദ്യം പറയുന്നത്, നിങ്ങൾ വിജാതിരുടെ ഭവനങ്ങളിലേക്ക് പോകരുത്, സമരിയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും അരുത് എന്ന്. ഇതൊരു സുവിശേഷ ചൈതന്യത്തിന് ചേർന്നതല്ലല്ലോ എന്ന് ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ചിന്ത വരും. അവർക്ക് രൂപീകരണം നൽകുന്നതിൻ്റെ ഭാഗമായി കുറച്ചുനാൾ ഈശോയുടെ കൂടെ നടന്നതിന് ശേഷം ഈശോ അവരെ തനിയെ ശുശ്രൂഷയ്ക്ക് വിടുകയാണ്. ആ അവസരത്തിൽ പറഞ്ഞു വിടുന്ന കാര്യമാണ്. കാരണം അവർക്ക് ആ അവസരത്തിൽ പ്രഘോഷിക്കുവാനും പങ്കുവയ്ക്കുവാനും സാധിക്കുന്നത് യഹൂദന്മാരോടാണ്. കാരണം പഴയ നിയമ പശ്ചാത്തലമുള്ള യഹൂദന്മാർക്ക് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മിശിഹായുടെ ആഗമനം യാഥാർത്ഥമായിരിക്കുന്നു എന്ന് പ്രഘോഷിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ശിഷ്യന്മാർ അങ്ങനെയുള്ള ഭവനങ്ങളിലേക്ക് പോവുകയും മിശിഹായുടെ വരവ് പ്രഘോഷിക്കുകയും ചെയ്യണമെന്നാണ് ഈശോ പറയുന്നത്. അല്ലാതെ ജനതകളോട്, അല്ലാതെ വിജാതിയരോടോ ഫരീസയരോടോ ശത്രുതാ മനോഭാവം വേണമെന്ന് പറയുന്ന രീതിയല്ല. ഈശോ തന്നെ ഉത്ഥാനാനന്തരം ശിഷ്യന്മാരെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് നൽകുന്ന നിർദ്ദേശങ്ങളിൽ നിങ്ങൾ പോയി സകല ജനപദങ്ങളോടും സുവിശേഷം പ്രസംഗിക്കുവാനാണ്. അപ്പോൾ ശിഷ്യന്മാർ തങ്ങളുടെ രൂപീകരണവും മിശിഹാനുഭവവും ഒക്കെ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ആ മിശിഹാനുഭവം പങ്കുവയ്ക്കേണ്ടത് സകല ജനപദങ്ങളോടുമാണ്. അതിലേക്കാണ് ഈശോ അവസാനം അയക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം വചനത്തിൽ കാണുന്നത്
സകല ജനപദങ്ങൾക്കുമുള്ള സുവിശേഷ ദൗത്യവുമായി ഈശോ ശിഷ്യന്മാരെ അയക്കുന്നതാണ്. മിശിഹ നൽകുന്ന സമാധാനം പങ്കുവയ്ക്കുകയാണ് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ആദ്യ പടി. ഉത്തിതനായ മിശിഹ നൽകുന്ന സമാധാനം പങ്കുവയ്ക്കുവാനായിട്ട്, ആ സമാധാനത്തിൽ ജീവിക്കുവാനായിട്ട്, ഉത്തിതനായ മിശിഹ നൽകുന്ന സമാധാനം ഉൾക്കൊള്ളുന്നതിനും അത് ജീവിക്കുന്നതിനും പങ്കുവയ്ക്കുന്നതിനും ഈ ഉയർപ്പ് കാലത്ത് പ്രത്യേകമായിട്ട് നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.